ലക്ഷ്മി, നമ്മൾ ഏത് പരിഷ്കാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ആ പരിഷ്കാരത്തിൻ്റെ ഫലമായിട്ട് ഗുണനിലവാരം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് കാതലായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് നമ്മൾ പരിശോധിക്കേണ്ടത്. രാഷ്ട്രീയം ഒരു ഭാഗത്ത് നിൽക്കട്ടെ, നമ്മളിതിനെ രാഷ്ട്രീയമായി കാണാതെ വിദ്യാഭ്യാസ വിദഗ്ധർ ഇതിനെ കാണുമ്പോൾ സ്വാഭാവികമായി ആത്യന്തികമായി ദേശീയമായ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിക്കണമെന്നുള്ളതാണ് ഇത് വിഭാവനം ചെയ്യുന്നതും പ്രതീക്ഷിക്കുന്നതും. ഇവിടെ ഇപ്പോൾ പറഞ്ഞു, നേരത്തെ ചില സംസ്ഥാനങ്ങൾ ഇപ്പോഴും അറച്ചു നിൽക്കുന്നു, കേരളം ഉൾപ്പെടെ വടക്കേ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഇത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ 5 വർഷം കഴിയുമ്പോൾ ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ ഇത് നടപ്പാക്കിയതായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നിട്ടുണ്ടോ ഗണ്യമായി എന്നുള്ളത് പരിശോധിക്കണം. അതുപോലെ തന്നെ നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിൽ ഗുണനിലവാരം താഴോട്ട് പോയിട്ടുണ്ടോ എന്നുള്ള ഒരു പഠനമാണ് ശാസ്ത്രീയമായി ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ നടത്തേണ്ടതാണ് എന്ന എൻ്റെ അഭിപ്രായം. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ ഗുണനിലവാരത്തിൽ എൻ്റെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഒരു പരമ്പരാഗതമായിട്ടുള്ള ശൈലി തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് പരീക്ഷയെ കേന്ദ്രീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, ഏത് മാർഗത്തിലൂടെയും പരീക്ഷ ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും തുടരുന്നത്. അതുകൊണ്ട് ഇത് വിലയിരുത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു താരതമ്യ പഠനം അനിവാര്യമാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഇത് നടപ്പാക്കിയ സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം എങ്ങനെ ഇരിക്കുന്നു എന്ന് ആധികാരികമായി മനസ്സിലാക്കാൻ ഇതുവരെ നമ്മുടെ മുൻപിൽ ഒരു റിപ്പോർട്ടുമില്ല. നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിൽ എന്തെല്ലാം പോരായ്മകൾ ഇതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചും ശാസ്ത്രീയമായി സാങ്കേതികമായി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമ്മുടെ മുൻപിൽ ഇല്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളം മാത്രമല്ല ഇന്ത്യയിലാകമാനം ഈ പറയുന്ന സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് CBSE എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതിനോടൊപ്പമാണ് സ്വാഭാവികമായി സ്റ്റേറ്റ് സിലബസ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അതോടൊപ്പം അതിന്റെ സമാന്തരമായി ICSE എന്ന് പറയുന്ന ഒരു ബോർഡ് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം നേരത്തെ പോലെ ഈ അവസാനത്തെ 2 വർഷത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്കൂൾ വിദ്യാഭ്യാസം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം എന്താണ്? ഈ 11ലെയും 12ലെയും വിജയമാണ് ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ വളരെ രൂഢമൂലമായിട്ടുണ്ട്. കാരണം അതിനകത്തെ പെർഫോമൻസ് അനുസരിച്ചാണ് ഒരു കുട്ടി അവൻ തിരിയുന്നത് അല്ലെങ്കിൽ വഴിമാറുന്നത്. 12 കഴിയുമ്പോൾ കുറെ കുട്ടികൾ എഞ്ചിനീയറിംഗ് പോകുന്നു, കുറെ കുട്ടികൾ മെഡിസിന് പോകുന്നു, കുറെ കുട്ടികൾ മറ്റു തരത്തിലുള്ള ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ പിന്നെ അവർക്കൊരു തിരിച്ചുവരവ് സാധ്യമല്ല. ഒരിക്കൽ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നവർക്ക് പിന്നെ ഒരിക്കലും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കോ മറ്റു ഫീൽഡിലേക്കോ പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരമ്പരാഗത ശൈലിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 5 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ഗുണപരമായി മാറ്റമുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരാധികാരിക പഠനം നടത്തേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള ഈ സന്ദർഭത്തിലെ അഭിപ്രായം. അപ്പോഴും നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ കേരളം പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. കേരളം ആദ്യമൊക്കെ അതിശക്തമായി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അത് രാഷ്ട്രീയമായ കാരണങ്ങളാലാകാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ മെല്ലെ മെല്ലെ ഏതാണ്ട് ഇതിലേക്ക് മാറുന്ന രീതിയാണ്. കാരണം ഏറ്റവും ഒടുവിൽ 6 വയസ്സായ കുട്ടിക്ക് മാത്രമേ 1ാം ക്ലാസ്സിൽ ചേരാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുണ്ട്. കാരണം അത് 5+3+3+4 എന്ന് പറയുന്ന 10+2 മാറ്റത്തെ പുതിയതായി കൊണ്ടുവന്ന ഫോർമുല അനുസരിച്ചാകുമ്പോൾ സ്വാഭാവികമായി ഈ പറയുന്ന ഒരു മാറ്റം അനിവാര്യമാണ്. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നു, പ്രൈമറി എന്ന് പറയുന്നു, അത് കഴിഞ്ഞ് മിഡിൽ എന്ന് പറയുന്നു, അത് കഴിഞ്ഞ് സെക്കൻഡറി എന്ന് പറയുന്നു. 4 ഘട്ടങ്ങളാണ്. അതിന്റെ കൂട്ടത്തിൽ ലക്ഷ്മി, എനിക്കൊരു കാര്യം കൂടെ പറയാനായിട്ടുള്ളത്, ഇതിനൊരു ചെറിയ ഒരു ന്യൂനതയുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ലക്ഷ്മിയോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെയോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഏതാണ്ട് 20 വയസ്സാകുമ്പോൾ ഒരാൾ ഒരു ബിരുദധാരിയായി പുറത്തു വരുമായിരുന്നു. അതായത് 17 വയസ്സ് കഴിയുമ്പോൾ +2 പാസ്സാവുകയും ഒരു 3 വർഷം കഴിയുമ്പോൾ ഡിഗ്രിയും നേടിയിട്ട് 20ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിപ്പോൾ 22ാം വയസ്സിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം എവിടെ മാറ്റം വന്നു? 6ാം വയസ്സിലെ 1ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നുള്ളൂ. നമ്മളൊക്കെ 5ാം വയസ്സിൽ പോയവരാണ്. അവിടെ 1 വർഷം പോകുന്നു. പിന്നെ സംഭവിക്കുന്നത് എന്താണ്? 4 വർഷ ബിരുദ കോഴ്സ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ 4 വർഷം 3 വർഷം കൊണ്ട് ബിരുദം നേടേണ്ടിടത്തേക്ക് 4 വർഷമാകുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന 6ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ആത്യന്തികമായി ഞാൻ പറഞ്ഞതിന്റെ സാരാംശം എന്തെന്ന് വെച്ചാൽ 20 വയസ്സിൽ ബിരുദം നേടിയിരുന്ന ഒരു കാലഘട്ടം മാറി 22ാമത്തെ വയസ്സിൽ മാത്രമേ ഒരു അടിസ്ഥാന ബിരുദവുമായി ഒരു വിദ്യാർത്ഥിക്ക് കോളേജിൽ നിറങ്ങാൻ കഴിയുള്ളൂ എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്.
അത് അവന്റെ മാനസികമായ പക്വതയുമായി ചേർന്ന് പോകുന്നുണ്ടോ, അവൻ കുറെ കൂടെ പക്വമാണ് എന്നൊക്കെ അതിനെ ന്യായീകരിക്കാം. അങ്ങനെയൊക്കെയുള്ള വശങ്ങൾ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. 2 വർഷം ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാലഘട്ടമല്ല. അപ്പോൾ അതെല്ലാം നമ്മൾ കാണണം. പിന്നെ അതിനകത്ത് പറയാനായിട്ടുള്ളത് ഇതിനകത്തുള്ള ഈ പറയുന്ന നൈപുണ്യം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, ഇപ്പോ വെറുതെ ഒരു ഡിഗ്രി കൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ തൊഴിൽ മേഖലയിലൊക്കെ ചെന്നാൽ ശൂന്യമായി പോകും. അതായത് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അടിസ്ഥാനമാണ്. അതിന് എത്രമാത്രം ഊന്നൽ കൊടുക്കാൻ കഴിയുന്നുണ്ട്, ഈ 5 വർഷം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കണം.